ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് സ്നാക്കായിട്ടാണ്. നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള റൈസ്, ചോറൊക്കെ ബാക്കിയാവാൻ ചാൻസ് ഉണ്ട്, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കും ഉണ്ട്. അതേപോലെ ഒരു ജിഞ്ചർ ഗ്രീൻ ബ്രെഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ എൻ്റെ വക ഒരു പേരൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി, സിമ്പിളാണ്. അതേ മുൻപായിട്ട് ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആ ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും ഇത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക. ആദ്യം നമുക്ക് ചോറ് കൊണ്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചോറ് എടുത്തിട്ടുണ്ട്. ബാക്കിയായ ചോറ് ഈ ഒരു ചെറിയ ബൗളോളം എടുത്തിട്ടുണ്ട്. ഏത് തരം ചോറായാലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ആ ഒരു വട ഉണ്ടാക്കാൻ, വടയോ ബജിയോ എന്ത് വേണമെങ്കിലും പറയാം, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില വേണം, വേപ്പില വേണം. മല്ലിയില ഞാനിവിടെ വീട്ടിൽ വളർത്തുന്ന മല്ലിയില എടുത്തത്. ഇനി ഒരു ഗ്രൈൻഡറിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ ചോറ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാതെ പേസ്റ്റ് ആക്കരുത്, വെള്ളം ചേർക്കാതെ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. നമ്മൾ ചോറ് കഴുകി അരിപ്പയിലിട്ട് വെക്കണം, തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിൽ. എന്നിട്ട് അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും മല്ലിയിലയും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണിൽ കൂടുതൽ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിക്കുക. നമ്മൾ ഉള്ളി ബജിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യൂലേ, അതേ ഒരു പ്രോസസ്സ് തന്നെ. അപ്പോൾ ഇതിൽ കടലമാവിന് പകരം നമ്മൾ ചോറ് ചേർക്കണമെന്നുള്ളൂ. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തത് നല്ല കട്ടി ഉണ്ടായിരുന്നു, എന്നാലും ഞാനൊന്ന് ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വെച്ച് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്ത്. ഞാൻ ചെയ്തിരുന്നതിൽ ഒട്ടും വെള്ളം ഉണ്ടായില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ ചെയ്യണ ഷേപ്പ്. അപ്പോൾ ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അതേ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വട, ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിലിട്ട് നന്നായി ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഉള്ളിൽ നന്നായിട്ട് വേവണം. സവോള ഒന്നും നമ്മൾ വാട്ടാത്ത കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതേ നമ്മൾ ചോറ് കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു വട ഇവിടെ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ഉൾഭാഗം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ ഉള്ളിവടയും ബജിയൊന്നും ഉണ്ടാക്കണം അത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ബാക്കിയാവണ ചോറൊക്കെ വെച്ച് ചോറ് വേസ്റ്റ് ആക്കാതെ ഇതേപോലത്തെ സ്നാക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി ഈ ഒരു ബ്രെഡ് ഫ്രൈയിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സവാളക്ക് പകരം കുഞ്ഞുള്ളി അതിലെടുക്കാം, ഒരു 4 പച്ചമുളക്, വേപ്പില, മല്ലിയില, ഒരു മുട്ട, പിന്നെ ജിഞ്ചർ പേസ്റ്റ് ആക്കിയത്. ഇനി അതെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇടാം. പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിടാം, മല്ലിയില ചെറിയതാക്കിയിട്ടൊന്നും ഇടാം. അതിൽ കൂടി ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. അതിൽ കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതേ നമ്മളിതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ബ്രെഡ് വേണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. സൈഡൊന്നും കളയണ്ട. അപ്പോൾ നേരത്തെ അരച്ചെടുത്തതിൽ ഞാൻ കുറച്ചും കൂടിയും വെള്ളം കൂട്ടിയിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴിയുള്ളൊരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് അതിൽ മുക്കണം.
ഒരു പാൻ ചൂടായപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ഓയിൽ മതി ഈ ഒരു ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം ബ്രെഡ് പീസ് അതിൽ മുക്കിയിട്ട് നമുക്ക് നേരെ പാനിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. പലരും ചെയ്ത് നോക്കണതായിരിക്കും ഇത്. മിക്കവരും പഞ്ചസാരയും മുട്ടയും ഏലക്കായൊക്കെ ഇട്ടിട്ട് ആ ഒരു മിക്സിയിലായിരിക്കും പൊരിക്കുന്നുണ്ടാവുക. ഇതേപോലെ പലരും ചെയ്യുന്നുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. കാരണം ഇതിനധികം എണ്ണ വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അധികം എണ്ണ വേണ്ട. അത്യാവശ്യം ഇത് കഴിച്ചാൽ വയറ് നിറയുകയും ചെയ്യും. ഇപ്പോൾ ഒരു 8 ബ്രെഡ് എടുത്താൽ തന്നെ 16 സ്ലൈസ് ഇതുപോലെ കിട്ടും നമുക്ക്. ഇടയ്ക്ക് ഓയിൽ കുറവെന്ന് തോന്നുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി. ചിലർ മൈദ കൂട്ടാൻ ചെയ്യണ കാണാറുണ്ട് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാതും ഇത് മാറ്റാം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 സ്നാക്കിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാം. ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട വെച്ചിട്ടും ചെയ്യണ മെത്തേഡ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങിയിട്ട് അരിഞ്ഞ് കുറച്ച് മസാല ഇട്ടിട്ടും ചെയ്യാം, അല്ലെങ്കിൽ മുട്ട ചിക്കിയിട്ടും ചെയ്യാം. ബ്രെഡ് പോക്കറ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്യാത്തവർ വീണ്ടും ട്രൈ ചെയ്യുക. ഇന്ന് കാണിച്ച സ്നാക്കും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്